കെ ഫാമിലിയിലെ അഹാന കൃഷ്ണ എല്ലാവർക്കും അറിയായിരിക്കും. അഹാന കൃഷ്ണ ദേ ഇപ്പോൾ പുതിയൊരു കോൺട്രവേഴ്സി ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? അഹാന കൃഷ്ണയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ സാരിയാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ സാരി അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കിട്ടുന്ന സെയിം സാരി അതിന്റെ 3 ഗുണ വിലക്കുറവിൽ മറ്റൊരു സ്ഥലത്ത് കിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു സാരി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും. അപ്പം ഞാൻ ഒരു സാരി 1000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് വെച്ചോ. സെയിം സാരി, സെയിം തുണി, സെയിം ക്വാളിറ്റി എല്ലാം സെയിം ആയിരുന്നാലും ഇപ്പം അഹാന കൃഷ്ണയുടെ പേജിൽ അത് 5000 രൂപയായിരിക്കും. പക്ഷെ ആളുകൾ കൂടുതൽ മേടിക്കാൻ താല്പര്യപ്പെടുന്നത് അഹാന കൃഷ്ണയുടെ ആ സാരി ആയിരിക്കും. കാരണം എന്താ? അഹാന കൃഷ്ണ സെലിബ്രിറ്റിയാ, ഞാൻ ആരോ സെലിബ്രിറ്റി അല്ലല്ലോ. സെലിബ്രിറ്റീസിന് എല്ലാവർക്കും സാരിയുടെ ഒരു പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവും, നന്നായിട്ട് ബിസിനസ് നടക്കുന്നുണ്ടാവും. പക്ഷേ ആ സെലിബ്രിറ്റീസിന്റെ പേജിലുള്ള സെയിം സാരി തന്നെ നമ്മളെ കണക്കൊക്കെയുള്ള സാധാരണക്കാർ ഒരു പേജിൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ സെലിബ്രിറ്റീസിന്റെ പേജിൽ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ആ അതായത് വലിയ വില കൊടുത്ത് ഈ സെലിബ്രിറ്റീസിന്റെ കഴിഞ്ഞ സാരി മേടിക്കും. പക്ഷെ സാരി രണ്ടും ഒന്നായിരിക്കും, ക്വാളിറ്റി ആയാലും ഡിസൈൻ ആയാലും പ്രിന്റ് ആയാലും എല്ലാം ഒന്നായിരിക്കും. എന്നാലും എല്ലാവരും സെലിബ്രിറ്റീസിന്റെ പേജിലേക്ക് ഓടിപ്പോകും. എന്തിനാണെന്നറിയോ? അത് സെലിബ്രിറ്റി അല്ലേ, ഞാൻ ഇപ്പൊ അഹാന കൃഷ്ണയുടെ പേജിൽ നിന്നാ മേടിച്ചേ എന്ന് പറയാനായിട്ട് ഒരു ഗമയില്ലേ? സാധാരണക്കാരായ ആരും അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്നാ മേടിച്ചെന്ന് പറയുന്നതിന് വലിയ ഗമയില്ലല്ലോ. പക്ഷെ പൈസ നിങ്ങളുടെ അല്ലേ പോകുന്നത്? ആര്യഭാട്ടിന്റെ ഈ ഒരു സാരി, സെയിം ക്വാളിറ്റി ഉള്ള ഈ സാരി അഹാന കൃഷ്ണയുടെ പേജിലുണ്ട്. പേജിലെ വില എന്ന് പറയുന്നത് 9500 രൂപയാണ്. പക്ഷെ അത് അഹാന കൃഷ്ണയുടെ പേജിലേക്ക് വന്നപ്പോഴത്തേന് 14999 രൂപയായി. എന്താ വ്യത്യാസം അല്ലേ? പക്ഷെ സാരി ഒന്നാണ്. ഇപ്പോ ഓണം പ്രമാണിച്ച് അഹാന കൃഷ്ണ പുതിയ ഒരു സാരി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണത്. ആ അഹാന കൃഷ്ണ ഉടുത്തിരിക്കുന്ന സാരിയുടെ വില 7499. ഇവരെല്ലാം 99 വെച്ചാ പിടിക്കുന്നതെന്ന് തോന്നുന്നു. അതിന്റെ പേര്, സാരിയുടെ പേര് രുക്മിണി. അത് മറ്റൊരു സാധാരണക്കാരന്റെ പേജില് 4200 രൂപ. വെറും 2000 സംതിങ് രൂപയെ കൂടുതലുള്ളൂ. അത് കുഴപ്പമില്ലല്ലേ? ഇപ്പം സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഒരു കാര്യമുണ്ട്, അഹാന കൃഷ്ണയുടെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ഒരുപാട് പൈസ ചെലവാക്കിയാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത്. മറ്റേ ആളുടെ സാധാരണക്കാരുടെ പേജിൽ അവർ ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് സാധാരണ രീതിയിലാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടും പിന്നെ സെലിബ്രിറ്റി ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ അതിന്റെ വില അങ്ങ് കൂടി. സാരിയുടെ മാത്രമല്ല, സാരി രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം പ്രിന്റ് സെയിം. പിന്നെ ആ ഒരു ഫോട്ടോസ്, അതായത് ഫോട്ടോഷൂട്ടിന്റെ ലൈറ്റിന്റെയും ക്യാമറയുടെയും ഒക്കെ കുറച്ച് വ്യത്യാസം വരും. അഹാന കൃഷ്ണയുടെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ഷൂട്ട് ചെയ്തതും മറ്റേത് സാധാരണക്കാർ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആ ഒരു സാരിയുടെ കുറച്ചിതിന് വ്യത്യാസം വരുന്നുണ്ട്, ഷൈനിങ്ങിനൊക്കെ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. അല്ലാതെ തുണിയായാലും സാരിയുടെ ഡിസൈൻ ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അഹാന കൃഷ്ണ സെലിബ്രിറ്റിയാണ്, മറ്റേ ആൾ സാധാരണക്കാരെയാണ്. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇങ്ങനെ കൊണ്ട് കളയുന്നത്? ഇതിപ്പോൾ വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അഹാന കൃഷ്ണ ഇത്രയും പൈസ കൂട്ടിയാണ് അവരുടെ ഇതിനകത്ത് ഇടുന്നത്. എന്ത് പൈസ കൂട്ടിയാണ് ഇടുന്നത്? ഇത്രയും പൈസ അവർക്ക് ഇല്ലേ? പിന്നെ എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ പറ്റിക്കുന്നത്? മേടിക്കുന്നത് ആരും സെലിബ്രിറ്റീസ് ആയിരിക്കത്തില്ലല്ലോ, മേടിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കത്തില്ലേ? അപ്പോൾ എന്തിനാണ് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് അല്ലേ? അത് സാരിക്ക് വരുന്ന വിലയും ഇട്ടാൽ പോരെ, ഇത്രയും കൊള്ള ലാഭം എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നിങ്ങളിൽ ആരെങ്കിലും സാരിയോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ അതണക്ക് മറ്റേ ഒരു കൊച്ചിൻ്റെ ഉണ്ട്, ഓസി ജ്വല്ലറി ഉണ്ട്, അതും ഇതണക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവരുടെയൊക്കെ കടയിൽ നിന്ന്, അതായത് സെലിബ്രിറ്റീസിന്റെ പേജസിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മറ്റുള്ള സാധാരണക്കാരുടെ പേജസിലും അതുണ്ടോ അതിന്റെ വിലയായിട്ട് ഒന്ന് കമ്പാരിസൺ ചെയ്തിട്ട് മേടിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ, ഇത്രയും പൈസയുള്ള ആൾക്കാർക്ക് എന്തിനാ കൊണ്ടു കൊടുക്കുന്നത്?